ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിമ്പിൾസും ബ്ലാക്ക് സ്പോട്ടും ഒക്കെ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് വൈറ്റൻ ചെയ്യാനും നല്ല ഗ്ലോ ആക്കി വെക്കാനും സഹായിക്കുന്ന നല്ല റിച്ച് ആയിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പൗഡറാണ്. അതുപോലെ ഈ ഫേസ് പാക്ക് പൗഡർ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നും കൂടി നോക്കാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനലും വീഡിയോയും കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് വരികയുള്ളൂ. ഇതിനായിട്ട് ഫസ്റ്റ് നമ്മളിവിടെ എടുക്കുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ്. ഓറഞ്ചിൻ്റെ തൊലിയുടെ പൊടിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഒരു 2 സ്പൂണോളം പൗഡറാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം പൗഡർ ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള പൗഡർ എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അംല പൗഡറാണ്. നമ്മുടെ നെല്ലിക്കയുടെ പൊടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് ഒരു 2 സ്പൂണോളം നെല്ലിക്കാപ്പൊടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ഓറഞ്ചിൻ്റെ തൊലിയിലും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കയിലും നല്ല റിച്ച് ആയിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന്. ഇനി നമുക്കിത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരുപാടായിട്ടങ്ങ് പിമ്പിൾസ് ഉള്ളവർക്ക് നമുക്കിതിനകത്തോട്ട് ഒരു 2 സ്പൂൺ നീം ലീഫ് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയുടെ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ല ക്ലീൻ കണ്ടെയ്നറിലാക്കി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേസിൽ കീപ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് പാക്ക് ആക്കിയിട്ട് എങ്ങനെ നമ്മുടെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്കിന്നിൽ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്കിതിൽ നിന്നും 1 സ്പൂണോളം പാക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ടി 1 സ്പൂൺ തന്നെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂണോളം പൗഡറാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഫേസ് പാക്ക് പൗഡറായിട്ട് മാത്രമല്ല, ഡെയിലി നമുക്കിത് ഫേസ് വാഷ് പൗഡറായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ പൗഡർ പാക്ക് ആക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള രീതിയിൽ പാക്ക് ആക്കുക. നമ്മൾ ഈ പാക്ക് യൂസ് ചെയ്യുന്നത് വിൻ്റർ ടൈമിലാണെങ്കിലും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിലും ഇതിലേക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ബോയിൽ ചെയ്യാത്ത റോ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ നമ്മുടെ സ്കിന്ന് ഓയിലി ആണെങ്കിൽ നമ്മളിതിലേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾക്കിത് പാക്ക് ആക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ നോർമൽ സ്കിൻ ടൈപ്പുകാർക്ക് നമുക്ക് നോർമൽ വാട്ടറോ റോസ് വാട്ടറോ മിൽക്കോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന പൗഡറിലേക്ക് നമ്മൾ മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളുടെ ഈ പൗഡർ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആവുന്ന അത്രത്തോളം മിൽക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് നമുക്ക് ബാത്തിങ് പൗഡറായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ബാത്തിങ് പൗഡറായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ ബോഡിയെ ഫുള്ളായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ മിൽക്ക് സഹായിക്കും. നമ്മുടെ ഫേസ് പാക്ക് പൗഡർ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം ഈ പാക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ലൈറ്റായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നോർമൽ വാട്ടർ യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ റെഡിയാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള എന്ത് സംശയവും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.